ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്കത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മുടെ വിക്രം അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ കമലം പറയാണ് കേട്ടോ, വിക്രം, നീ ആ കുട്ടീനെയും കൊണ്ടൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വായു. നിൻ്റെ കൂടെ വന്നതിന് ശേഷം അത് അമ്പലത്തിൽ പോക്കൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ അമ്മമ്മയുടെ കൂടെയൊക്കെ ആയിരുന്ന സമയത്ത് അത് മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. അതിന് അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അത് പറയണില്ല എന്നുള്ളൂ. നീ ഒന്ന് കൊണ്ടുപോ വിക്രം എന്ന് പറയാണ് കേട്ടോ. ആദ്യം ഒന്ന് എതിർത്തെങ്കിലും വേദനയും കൊണ്ട് പുറത്ത് പോണ കാര്യത്തിൽ വിക്രത്തിന് ഇഷ്ടം തന്നെയാണ് കേട്ടോ. ശരി, അവളോട് റെഡി ആവാൻ പറയുമ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ കമലം പറയുന്നത് കേട്ടിട്ട് വേഗം കുളിച്ച് സുന്ദരിക്കുട്ടിയുടെ സാരിയൊക്കെ കൊടുത്ത് വരികയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിലൊക്കെ പോവാണ്. പോകുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൊഴും. അപ്പോൾ തിരുമേനി രണ്ടുപേരും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമാമഹേശ്വരന്മാരെ പോലെ രണ്ടുപേരും സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കുമെന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ തിരുമേനി പ്രസാദം കൊടുക്കും. പ്രസാദം കൊടുത്തു കഴിയുമ്പോൾ വേദയുടെ കയ്യിലേക്കാണ് തിരുമേനി പ്രസാദം കൊടുക്കുക കേട്ടോ. അപ്പോൾ വിക്രത്തിനോട് തിരുമേനി പറയും, അതിൽ സിന്ദൂരമുണ്ട്, ആ കുങ്കുമം എടുത്ത് ആ കുട്ടിയുടെ നിറയിൽ തൂത്ത് കൊടുക്കാൻ പറയാണ് കേട്ടോ നമ്മുടെ തിരുമേനി വിക്രത്തിനോട്. വിക്രം ഒന്ന് ആദ്യം മടിച്ചെങ്കിലും അവളിനും ആഗ്രഹം ഉണ്ടായിരുന്നു വേദയ്ക്ക് അത് തൊട്ട് കൊടുക്കണം എന്ന് കേട്ടോ. അപ്പോൾ വിക്രം അതെടുത്ത് നമ്മുടെ വേദയുടെ നിറയിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുകയാണ്. അപ്പോൾ വേദയും വിക്രം കൂടി ഒരുമിച്ച് നിന്ന് ഉമാമഹേശ്വരനെ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ.